ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈസ്റ്ററിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ 2 ഡെക്കറേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ലിവിങ് ഏരിയയിലാണ് കേട്ടോ 2 ഡെക്കറേഷൻസും ചെയ്യുന്നത്. ഒന്ന് ഈ സെൻറ്റർ ടേബിളിലുള്ള ഒരു ഡെക്കറേഷനും ഒന്ന് ഈ ഒരു സൈഡ് ടേബിളിലുള്ള ഒരു ഡെക്കറേഷനുമാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഒരു ഈസ്റ്ററിൻ്റെ ടൈമിൽ അങ്ങനെ അധികം ഡെക്കറേഷൻസ് ഒന്നും ഞാൻ നമ്മുടെ വീട്ടിലധികം ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻപ് നമ്മൾ കൂടുതൽ സമയവും പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അപ്പം അധികം ഡെക്കറേഷൻസ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. ദുഃഖവെള്ളിയും ദുഃഖശനിയും ഒക്കെ ആയിട്ട് മാസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. അപ്പം അതിന് കുറച്ച് മുമ്പായിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കും. ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കും. കുറേ സാധനങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കിയും വെക്കും. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻസ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. 2 ഡെക്കറേഷൻസും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. വാ. ആദ്യം ഈ സൈഡ് ടേബിളുമുള്ള ഡെക്കറേഷനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം ഒന്ന് മാറ്റട്ടെ. എന്നിട്ട് എൻ്റെ വർക്കിംഗ് ടേബിളുമെയാണ് ഞാൻ എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. അതെല്ലാം ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. വാ. ഇതുമേ ഓൾറെഡി ഇത് ഫുള്ള് വെള്ളത്തിലായിരിക്കുന്നത്. ഇത് വെയിറ്റ് ഉണ്ട്, സൂക്ഷിച്ചെടുക്കണം. ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു തരാവേ. ഇത് ക്രോഷിയോടെ ഒരു മാറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഞാൻ ഇതിൻ്റെ താഴെ ഒരു സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇതിലൊരു സ്ക്രാച്ച് വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്രാച്ച് വീഴാണ്ടിരിക്കാൻ വേണ്ടി താഴെ ഒരു സപ്പോർട്ടിന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്റർ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ക്രോഷിയോടെ ബണ്ണി ചെയ്തിട്ടുണ്ട്. ഇതാ, ഇത് വുഡിൻ്റെ ഒരു ട്രേ ആയ കാരണം കൊണ്ട് തന്നെ ബണ്ണി വൈറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കളറ് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴെ ഒരു മാറ്റ് പോലെ ഒന്ന് ഇട്ടിട്ടാണ് ബണ്ണീനെ ഇതിന്മേൽ വെക്കുന്നത്. ഇതിനിങ്ങനെ ഒരു ബോയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനിങ്ങനെ ഇപ്പം ഈ ബണ്ണിക്ക് ഇതേ ഇങ്ങനെ ചെറിയൊരു വാലും ഇതുമൊക്കെ ഉണ്ട് കേട്ടോ. ബണ്ണിനെ നമ്മളിങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ക്യാരറ്റ് ചെയ്യുന്നത് ഇതും ക്രോഷിയോടെ തന്നെയാണ്. ഈ ക്യാരറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ക്രോഷിയോൻ്റെ ക്യാരറ്റ് ചെയ്യുന്നതിൻ്റെ ഇതിനെ ഞാനിതാ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുമ്പിൽ. ഇതൊരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ തപ്പിയപ്പം കിട്ടിയ ഒരു ഇങ്ങനെ കല്ല് പോലത്തെ ഒരു, ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ, തെർമോക്കോൾ ബോൾസ് പോലത്തെ ഒരു ഇതാണ്. അപ്പം ഇത് ഞാനിവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വെക്കാനായിട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് സ്നോ ഡ്രോപ്സ് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്, നല്ല ഭംഗിയാണ് ഈ ഫ്ലവേഴ്സ്. നമുക്കിത് നമ്മുടെ എവിടെ വേണമെങ്കിലും, റൂമിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്കിത് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഈ ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലവറാണിത്. നല്ല ഭംഗിയാണ്. ഇത് ഞാനൊരു കാൻഡിൽ ഹോൾഡറിലാണ് കണ്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. താഴെ കുറച്ച് മഡ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഡ്രൈ മോസ് വെച്ചിട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇതിൻ്റെ ഇടയിൽ കൊടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ ഇതൊരു 2 എണ്ണം ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ഒപ്പം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ നെസ്റ്റ്. ഇത് നമ്മുടെ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന വയർ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു 3-4 എഗ്ഗ് ആമസോണിൽ നിന്ന്, ഇത് ഞാൻ കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ എപ്പോഴോ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന. ഇതൊരു 3-4 എഗ്ഗ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ കൂട് ഞാൻ ഉണ്ടാക്കിയെടുത്താണ്, ഈ സ്നോ ഡ്രോപ്സ് ഉണ്ടാക്കിയെടുത്താണ്, ഈ ബണ്ണിനെ ഉണ്ടാക്കിയെടുത്താണ്, ഈ ക്യാരറ്റും ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ ഡെക്കറേഷന് ഞാൻ ആകെ പൈസ കൊടുത്ത് മേടിച്ചത് ഈ ഒരു മൂസ് പോലത്തെ ഈ ഒരു സാധനം മാത്രമാണ് കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ കുറച്ചൊക്കെ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്താണ്. ബാക്കി ആ ക്യാൻഡിൽ ഹോൾഡർ എൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്നു, അത് ഞാൻ ഐക്കേന്ന് മേടിച്ചതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ദുബായിൽ പോയ സമയത്ത് മേടിച്ച സാധനമാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ 1-2 പെബിൾസ് ഉണ്ട്, അതിട്ട് കൊടുക്കാം. ഈ ഡ്രൈ മോസ് നമുക്കിതാ ഇങ്ങനെ പാക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും. ഇത് ഞാൻ അറ്റ് ഹോമിൽ നിന്ന് മേടിച്ചതാണ്, ലുലുവിൽ അറ്റ് ഹോമിലുണ്ട്. 199 അത്രയാണ് കേട്ടോ ഇതിനുണ്ടായിരുന്നത്. ഇതിന് 199 ആണ് ഉണ്ടായിരുന്നത്. ഇത് ഇത്രയൊക്കെ തന്നെ മേടിച്ചാൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഇത് ഒരു പാക്കറ്റിൽ ഒരു 6-7 എണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ അവിടെ ഫ്രണ്ടിൽ ചെയ്യുന്ന ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ് ഉണ്ട്, അതിൻ്റെ ബേസ് ആയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ മോസും അതും ഫ്ലവർ അറേഞ്ച്മെന്റിന്റെ ബേസ് ആയിട്ടും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന് നമുക്ക് ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉള്ള കാരണം കൊണ്ട് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നെസ്റ്റ് ആദ്യം ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതൊന്നിട്ട് ഫില്ല് ചെയ്യാവേ. അധികം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മളിവിടെ ഈ ഫ്രണ്ടിലെ ഫാനൊക്കെ ഇടുന്ന കാരണം കൊണ്ട് ഇത് പറന്ന് എല്ലായിടത്തേക്കും പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഈ ഗ്യാപ്പ് ഉള്ള ഭാഗത്ത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം. അതിൻ്റെ പുറത്ത് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ നെസ്റ്റ് ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു 2 കല്ല് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൊടുക്കുക. വേണമെങ്കിൽ ഈ കൂടിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കുറേശ്ശെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഡെക്കറേഷൻ റെഡിയായി. ഇതാ അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഡെക്കറേഷൻ കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം കേട്ടോ. രണ്ടാമത്തെ നമ്മളൊരു ഫ്ലവർ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ഈ റൗണ്ട് ടേബിളിലേക്ക് വേണ്ടിയിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഒരു ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പിന്നെ ഫ്ലവർ അറേഞ്ച്മെന്റ് ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഞാൻ അതിനെടുത്തിരിക്കുന്ന സാധനങ്ങൾ പറയാം കേട്ടോ. ഇത് കുറച്ച് ടൂലിപ്സ് എൻ്റെ കയ്യിൽ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പം അതൊരു വേറൊരു ഫ്ലവർ വേസിൽ ഉണ്ടായിരുന്ന ഒരു അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അത് ഞാൻ മാറ്റി വേറെ മാതിരിയാക്കി. അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ചിങ്ങോട്ട് എടുത്തു. പിന്നെ ഇവിടെ ഞാൻ കുട്ടിക്കാലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് കുറച്ച് കമ്പും ചുള്ളിയും എല്ലാം ഞാൻ പറക്കിക്കൊണ്ട് പോന്നു. അവിടെ നിന്ന് അതിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ പറക്കിക്കൊണ്ട് വന്ന വേറെ ഒരു സാധനമാണ് ഇത് ഞാൻ എടുത്തോണ്ട് വന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ കൂടിയാണ് ഇരുന്നിരുന്നത്. പക്ഷെ ഇതെല്ലാം ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഓപ്പണായി. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഉണങ്ങി നന്നായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇതെല്ലാം നല്ല ബ്ലാക്ക് ആയിട്ടാണ് ഉണങ്ങി നിന്നിരുന്നത്.
നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് നിറച്ച് ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കിത് അറിയായിരുന്നു ഏതെങ്കിലും ഒരു ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെന്റിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഇതെല്ലാം ഞാൻ ഇങ്ങനെ വലിയ ബഞ്ചായിട്ടാണ് കൊണ്ടുവന്നത്. ഇതെല്ലാം കട്ട് ചെയ്ത് ഈ ഒരു സൈസിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്റെ ഇവിടെ ഉണ്ടായിരുന്ന വേറൊരു ഫ്ലവർ അറേഞ്ച്മെന്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. കുറച്ച് ഇത് വെച്ച് നോക്കാം ഇത് ഭംഗി ഉണ്ടാവോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പിന്നെ ഞാനിത് ഇതിന്റെ ബേസ് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ ഞാൻ നമ്മളുടെ മറ്റേ ഒയാസിസ് വെച്ചിട്ടാണ് സാധാരണ ഫ്ലവർ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് നോക്കാറുള്ളത്. ഇതൊന്ന് വെച്ച് നോക്കാം, ഒരു ചേഞ്ച് നോക്കി നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്ന് നോക്കാവേ. പിന്നെ ഇതിന്റെ ബേസിലേക്ക് ഇതും കൂടി ഒന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഗ്രീൻ ഇതൊന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതൊരു 4 ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് കോലോ കമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ ഒന്ന് ഇറക്കി കൊടുത്താൽ നല്ലതാട്ടോ. ഇതിൻ്റെ ഈ കാണുന്ന ഭാഗം ഇതാണല്ലോ ഇതിൻ്റെ. നടുക്കിൽ കുറച്ച് സ്പേസ് ഇടണേ, കാരണം നമുക്ക് ഈ ഇതുകളൊക്കെ ഒന്ന് വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് വേണമല്ലോ. നമ്മളുടെ ബേസ് റെഡിയായി. നമുക്കിനി ഇത് എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിലും അധികം വലിയ കുഴപ്പമൊന്നുമില്ല, ക്ലീനാക്കി വെക്കാനും. പിന്നെ ഇത് കഴിയുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഡെക്കറേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാനാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് ഇതിങ്ങനെ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇതിലേക്ക് ഇത് ഈ എടുത്ത് വെച്ചേക്കുന്ന അത്രയും സാധനങ്ങളൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ഞാൻ ചുമ്മാ എടുത്ത് വെച്ചപ്പം അങ്ങ് എൻ്റെ കയ്യിലുള്ളത് അങ്ങ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇതാ ഇതിങ്ങനെ ഒരു കമ്പ് അറേഞ്ച് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ഇടയിൽ തുലിപ്പ് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം ഭംഗി ഉണ്ടാവുക എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഡ്രൈയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ, അതും ഇടയ്ക്ക് ഓരോന്ന് നമുക്ക് കുത്തി കൊടുക്കാം. ഇതൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഏകദേശം ഒരു ഐഡിയക്ക് അങ്ങ് കുത്തി കൊടുക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തത് 2 അറേഞ്ച്മെന്റ് ആട്ടോ. ഇതുമാണ് ചെയ്തത്. അപ്പൊ ഇതിലേതാ ഇഷ്ടമായത്? രണ്ടും കൊള്ളാം. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതാ. കുറെ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ക്യാരറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടമായി. രണ്ടും കൊള്ളാം. അപ്പൊ ഇത് ഇഷ്ടമായില്ലേ? ഇതും കൊള്ളാം, ഇതും കൊള്ളാം, അതും കൊള്ളാം, രണ്ടും കൊള്ളാം.
അപ്പോ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെ ഞാൻ പറഞ്ഞത് എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.